ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നികേഷ്. നിധിക്ക് കുറച്ചു നേരം എല്ലാം പറഞ്ഞു കൊടുത്ത് കുറച്ചു നേരം ഓടിച്ചപ്പോഴേക്കും നിധി കുറേശ്ശെ ഓടിച്ചു തുടങ്ങി. ഇവിടെയാണെങ്കിൽ ഭാസ്കരൻ സുധീഷിനെ കളിയാക്കി. എടാ കഷ്ടം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായില്ലേ, ഇന്ന് വരെ അവൾക്ക് വല്ല മാറ്റമുണ്ടോ? ഇതൊക്കെ നീ വേണ്ടേ അവളെ പഠിപ്പിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സമാധാനവുമില്ലാതെ സുധീഷ് ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ വന്നപ്പോൾ കാണുന്നത് നികേഷ് നിധിയെ പഠിപ്പിക്കുന്നതാണ്. സുധീഷ് ഇനി ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഹരീഷേട്ടനെയും എന്നെയും ഒക്കെ പഠിപ്പിച്ചത് സുധീഷേട്ടനാ, ഇനി ഏടത്തിയെ സുധീഷേട്ടൻ പഠിപ്പിക്കട്ടെ എന്ന്. അങ്ങനെ നിധിയെ മുന്നിലിരുത്തി സുധീഷ് പിന്നിലിരുന്ന് ഓരോന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിധിയെ പതുക്കെ കയ്യിലൊക്കെ തൊട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിധിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. സുധീഷ് പതുക്കെ ആക്സിലേറ്റർ ഓൺ ആക്കി സ്കൂട്ടി കുതിച്ചു മുന്നോട്ട് പോയി ഒരു കുഴിയിൽ ചാടി നിധി തെറിച്ചു വീണു. ഇത് കണ്ട് സുധീഷ് ഓടി വന്ന് വല്ലതും പറ്റിയോ നിധി എന്ന് ചോദിക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരുന്നു. വീട്ടിലെത്തി സുഭാഷ് നിധിയുടെ മുറിവുകളൊക്കെ കഴുകി ഡെറ്റോളൊക്കെ വെച്ചു കൊടുത്ത് മോൾ അകത്തു പോയി കിടന്നോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ സുധീഷെ? അവൻ നിധിയെ പഠിപ്പിക്കില്ലേ? നീ ഇപ്പൊ എന്തിനാ അവിടെ പോയത്? അവൾ എന്നെ ഒരു ജ്യേഷ്ഠനായിട്ടാണ് കാണുന്നത്, ഹരീഷിനെയും നികേഷിനെയും കുഞ്ഞനുജന്മാരായിട്ടും. നിന്നെ എങ്ങനെയാ കാണുന്നത് എന്ന് മാത്രം എനിക്കറിയില്ല. ഇത് കേൾക്കുമ്പോൾ സുധീഷിന് വിഷമം വരുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.